കോഴിക്കോട് നഗരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയെക്കുറിച്ച് സൂചനകളില്ലാതെ അന്വേഷണ സംഘം. നടക്കാവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ മിഥുൻ രാജിന്റെ വീട്ടിൽ നിന്ന് 7 പവൻ സ്വർണ്ണാഭരണമാണ് കഴിഞ്ഞ ദിവസം മോഷ്ടിച്ചത്. മോഷണ രീതി വെച്ച് വീടും പരിസരവും കൃത്യമായി നിരീക്ഷിച്ചയാളാണ് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. നടക്കാവ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. നടക്കാവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ രാജിന്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കിയായിരുന്നു മോഷണം. വീടിന്റെ മുകൾ നിലയിൽ മിഥുൻ രാജിന്റെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച 7 പവൻ സ്വർണമാണ് കവർന്നത്. വെസ്റ്റ് ഹില്ലിലെ വീട്ടിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:45-നും രാത്രി 11:10-നും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത്. മിഥുൻ രാജിന്റെ അമ്മയും അയൽവാസികളും വിനോദയാത്രയിലായിരുന്നു. മിഥുൻ രാജ് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോയി. ഭക്ഷണം കഴിക്കാൻ രാത്രിയിൽ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. വീടിന്റെ താക്കോൽ മുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറിന്റെ ചവിട്ടിക്കടിയിൽ വെച്ചതായിരുന്നു. ഈ താക്കോലെടുത്ത് വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അമ്മ ഒരു ടൂറിന് പോയതായിരുന്നു. ഒരു പ്രദേശത്ത് ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ടൂറായിരുന്നു. ഒരു 42 പേരടങ്ങുന്ന ടൂർ. അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവായിരുന്നു അവിടെ. അപ്പം ഞാൻ ഈ മാറ്റിൻ്റെ അടിയിലാണ് ചാവി വെച്ചത്. അപ്പം വന്ന് നോക്കുമ്പം അത് പഴയ പോലെ ആയിരുന്നില്ല. സ്കൂട്ടറിൻ്റെ മാറ്റിൻ്റെ അടിയിൽ. അപ്പോൾ അത് പുറത്തായിരുന്നു. അപ്പോൾ സംശയം തോന്നിയിട്ട് മേലെ റൂം തുറന്ന് നോക്കിയപ്പം ഗോൾഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 7 പവൻ സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ സ്വർണ്ണം താഴത്തുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ എൻ്റെ റൂമിലുള്ള ഗോൾഡ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. അപ്പം തിരിച്ചു വരാൻ ലേറ്റ് ആവുന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ ചാവി എൻ്റെ കയ്യിൽ വെക്കാഞ്ഞത്. അമ്മ രാത്രി വരുമ്പോൾ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പം അമ്മയ്ക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഏൽപ്പിക്കാൻ പറ്റുന്ന ആരും ഇല്ലായിരുന്നു. തൊട്ടടുത്തിൽ വീട്ടിലും ആൾക്കാരില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചതാണ്. വീട്ടിൽ നിന്ന് മറ്റു സാധനങ്ങൾ മോഷ്ടിക്കുകയോ വലിച്ചു വാരിയിടുകയോ ചെയ്തില്ല. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നും കൃത്യമായ സൂചനകൾ ലഭിച്ചില്ലെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. മോഷണ രീതി വച്ച് വീടും പരിസരവും കൃത്യമായി നിരീക്ഷിച്ചയാളാണ് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. നടക്കാവ് പോലീസിന്റെ അന്വേഷണം തുടരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.